Hi job aspirants, how are you? Let us go to another type of questions. Today we discuss single filler. The single filler is vocabulary oriented examination. That means you need abundance of vocabulary. By using that vocabulary and its meaning, you should give the answer to the question. That is the matter of fact. So, as you can see, or can you see the question number 11? He has a dash knowledge about ancient Indian scriptures. 5 options are there. Delectable, that's a word, delectable. What do you mean by delectable? Delectable means happy. Happy means vigorous. Vigorous means dynamic. ഇങ്ങനെയൊക്കെ മീനിങ് ആണ് അതിനുള്ളത്. ഓൾറൈറ്റ്, ഒരു വാക്കിന് ഒരുപാട് മീനിങ് ഉണ്ടാവും. വ്യത്യസ്ത കോണ്ടക്സ്റ്റിൽ വ്യത്യസ്ത മീനിങ് ഉണ്ടാവും. അപ്പം ഒരു വാക്ക് വ്യത്യസ്ത കോണ്ടക്സ്റ്റിൽ വ്യത്യസ്ത മീനിങ് വരുന്നതിന് നമ്മൾ ഹോമോണിം എന്നാണ് പറയാം ഇംഗ്ലീഷ്. A typical example I can give you. I am the subject of India. എന്താ മീനിങ്? ഞാൻ ഇന്ത്യയുടെ പ്രജ ആകുന്നു, സിറ്റിസൺ. ഹി സബ്ജക്റ്റഡ് ടു ആൻ ഓപ്പറേഷൻ. എന്താ മീനിങ്? അദ്ദേഹം ഓപ്പറേഷന് വിധേയമായി, എക്സ്പോസ്ഡ് എന്നർത്ഥം, വിധേയമാവുക. നെക്സ്റ്റ് വൺ, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് മാത്തമാറ്റിക്സ്. മീനിങ് വിഷയം. I love you. ആ സെൻറ്റൻസിൽ ഐ സബ്ജക്റ്റ് ആണ്, മീൻസ് കർത്താവ്. സബ്ജക്റ്റ് വിഷയം, സബ്ജക്റ്റ് കർത്താവ്, സബ്ജക്റ്റ് പ്രജ, സബ്ജക്റ്റ് വിധേയമാവുക. ഒരു വാക്ക് ഒരേ ഉച്ചാരണം, വ്യത്യസ്ത കോണ്ടക്സ്റ്റിൽ വ്യത്യസ്ത മീനിങ്. വി കോൾ ഇറ്റ് ആസ് ഹോമോണിം. നമ്മളതിനെ എന്താ വിളിക്കുക? ഹോമോണിം എന്ന് വിളിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്യാം. ഇവിടെ ഡിലക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി എന്നാണ് അർത്ഥം. ഡൈനാമിക് എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. ഡിലക്റ്റബിൾ. പ്രൊഫൗണ്ട് മീൻസ് ഡീപ്പ്. ഡീപ്പ് മീൻസ് അഗാധമായ. എൻറിച്ചിങ്. എൻറിച്ചിങ് മീൻസ് മേക്ക് ഇറ്റ് റിച്ച്, സമ്പന്നമാക്കുന്ന എന്നർത്ഥം. Vociferous. That word is exactly an examination oriented word. In many examinations you can see that word, vociferous. Vociferous means noisy. Noisy means ശബ്ദാനമായിട്ടുള്ള. And lamentable. Lamentable means remorsable. Remorsable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതപിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. റിമോഴ്സ് ചെയ്യുക. റിമോഴ്സ്. അപ്പോൾ 5 വാക്കുകളുടെയും മീനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡിലക്റ്റബിൾ ആണ്, ഹാപ്പി. പ്രൊഫൗണ്ട് ആണ്, ഡീപ്പ്, അഗാധമായ. എൻറിച്ചിങ് ആണ് മൂന്നാമത്തെ വാക്ക്, സി വന്നിരിക്കുന്നത്, സമ്പന്നമാക്കുന്ന. വോസിഫറസ് ആണ് ഒന്ന്, നോയ്സി, ശബ്ദാനമായ. ലാമൻഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതപിക്കുക എന്നർത്ഥം, റിമോഴ്സ് ചെയ്യുക എന്നർത്ഥം. വിച്ച് ആൻസർ ഈസ് റൈറ്റ് ആൻസർ? ലെറ്റ് us read the question once again. And what is apt word? There it should be known by us. He has a dash knowledge about the ancient Indian scriptures. Exact word is he has a profound knowledge. അഗാധമായിട്ടുള്ള നോളജ് ഉണ്ട്. അപ്പോൾ പ്രൊഫൗണ്ട് എന്ന് പറയുന്ന ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ there. Okay. In that question, B is the right option. He has a profound knowledge about ancient Indian scriptures. Ancient Indian scriptures-ൽ അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള അറിവുണ്ട് എന്ന് പറയുന്ന ബി ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. Question number 11, answer B. Let us try to another question. Your allegation. Do you know the meaning of allegation? Allegation means noun of allege. Allege means ആരോപിക്കുക. Allegation ആരോപണം.
എന്നാണ് അലഗേഷൻ്റെ അർത്ഥം. ചാർജസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. Your allegations should be based on the facts and not on dash. അവിടെ ഒരു വാക്കേ വരും, പ്രൊജക്ഷൻ. ഫാക്ട് ആൻഡ് പ്രൊജക്ഷൻ അത് അതൊരു ഫ്രേസ് ആയിട്ട് വരുന്ന വാക്കാണ്. ഫാക്ട്സ്, പ്രൊജക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടിയിരിക്കുന്നത്? യുവർ അലഗേഷൻ, നിന്റെ ആരോപണം, ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഫാക്ട്സിനെ ആസ്പദമാക്കി മാറ്റണം, ആയിരിക്കണം. ആൻഡ് നോട്ട് ഓൺ പ്രൊജക്ഷൻസ്. സി ഈസ് ദ റൈറ്റ് ആൻസർ. യു ക്യാൻ സീ ദർ എ വേർഡ്, എ സർമൈസ്. വാട്ട് ഡു യു മീൻ ബൈ സർമൈസ്? സർമൈസ് മീൻസ് ഗസ് എന്നാണ് അർത്ഥം. അനുമാനം എന്നൊക്കെ പറയും. ഓക്കെ, ഗസ്. ദ വെരി നെക്സ്റ്റ് വേർഡ് ഈസ് പ്രൂഫ്സ്. ഫാക്ട്സ് ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഫ്രേസാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫ്രേസ് അവിടെ. അതിനാൽ പ്രൂഫ്സ് എന്ന് പറയുന്ന ആൻസർ തെറ്റാണ്. സി പ്രൊജക്ഷനാണ് ശരി ഉത്തരം. ആൻറ്റിപ്പതി ഉണ്ട് അവിടെ, ആൻറ്റിപ്പതി. That word is exactly an examination oriented word. The meaning of antipathy is strong dislike. Strong dislike is the meaning of antipathy. Antipathy is not a right answer there, but you should scribble the meaning of it because it has been asked many times in the examination. That is why you should underline, you should scribble the meaning of that word. Antipathy means strong dislike. Saktamaya anishtam. Records, you know very finely. So question number 12. The right answer is projection. That is why the sentence must be like this. Your allegation should be based on facts and not on projections. Have you understood it? That is why the right answer is C, projections. Then we can go to next question, which you can see there. What is the next question? He spent all means complete, all of his life in dash the miseries of the downtrodden people. Downtrodden people, ചവിട്ടിമതിക്കപ്പെട്ട ജനങ്ങൾ. That means one who lead a miserable, pathetic, very deplorable life. Miserable, pathetic, deplorable, ഇതൊക്കെ ഒരേ മീനിങ് ഉള്ള വാക്കുകളാണ്. വളരെ ദയനീയമായിട്ടുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾക്കാണ് ഡൗൺ ത്രോഡൻ പീപ്പിൾ എന്ന് പറയുന്നത്. മാർജിനലൈസ്ഡ് ആയിരിക്കുന്ന പീപ്പിളാണ് ഇവർ. ഓക്കെ, മാർജിനലൈസ്ഡ് മീൻസ് അറിയാം മീനിങ് എന്താണെന്ന്. ഓക്കെ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതൊക്കെ. അപ്പോൾ അവിടെ 5 ഓപ്ഷൻ ഉണ്ട്. ഡിസ്ട്രോയിങ് ഉണ്ട്. ഡിസ്ട്രോയ്, നശിപ്പിക്കുക. അബ്സോർബ്, ആഗിരണം ചെയ്യുക. അഡ്വക്കേറ്റിംഗ്, ബാറ്റ് ചെയ്യുക. ബാറ്റ് മീൻസ് വാദിക്കുക. ഓക്കെ. അവോയ്ഡിങ്, അറിയാം, ഒഴിവാക്കുക. മിറ്റിഗേറ്റിംഗ് മീൻസ് make it less severe. Okay, that means make less severe, കാഠിന്യം കുറക്കുക. നേരത്തെ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു, അലീവിയേറ്റ് എന്ന് പറഞ്ഞ സാധനം. ആ അലീവിയേറ്റ്, ഈ മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഏകദേശം എല്ലാ SBIയുടെ എക്സാമിനേഷനും ഉണ്ടാകാറുണ്ട്. പിന്നെ ഒരുപാട് എക്സാമിനേഷൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വാക്കാണ് മിറ്റിഗേറ്റ്. The meaning of the mitigate is make less severe, കാഠിന്യം കുറക്കുക. That is the right answer here. He spent all of his life in mitigating the miseries of the downtrodden people. That is why ചവിട്ടി വധിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ യാതനകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സിംഹഭാഗവും മുഖ്യമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ മീനിങ്. ദാറ്റ് ഈസ് വൈ ദ ആക്യുറേറ്റ് apt word in apt spot is nothing but mitigating. Option E is the right answer. What is the next question? Question number 14. That is this. The dash climate of our town will help recover health. Question number 14.
Have you got it? That is exactly question number 14. The dash climate. What do you mean dash climate? Enriching, സമ്പന്നമാക്കുന്ന, അത് നേരത്തെ വന്നിട്ടുണ്ട്. Prestigious ആയിട്ടുള്ള. That is not appropriate word. Salubrious. Do you know the meaning of salubrious? Salubrious means health giving. Health giving. That is an adjective. That is an adjective. Salubrious atmosphere means a health giving atmosphere. Have you understood it? That is why that is the right word. Salubrious climate. That is the right word there. Enriching, സമ്പന്നമാക്കുന്ന. And proverbial അറിയാം. Once again നമ്മൾ ആ വാക്കുകൾ നോക്കിയാട്ടെ. Enchanting. Enchanting means seducing. Seducing means വശീകരിക്കുന്ന എന്നാണ് അർത്ഥം. ഓക്കെ, എൻചാൻഡിങ് ആണ് ഒരു വാക്ക്. എൻചാൻഡിങ് വശീകരിക്കുന്ന, പിന്നെ ആനന്ദിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥം ഉണ്ട്. റൈറ്റ്, ഒരു വാക്കിനൊരു അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇപ്പൊ വശീകരിക്കുക എന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് എക്സാമിനേഷന് വരുന്നതാണ്. സെഡ്യൂസ്, SEDUCE, സെഡ്യൂസ്. പിന്നെ വൂ, WOO, എന്ത്രാൽ, ENTHRAL, എന്ത്രാൽ, സെഡ്യൂസ്. പിന്നെ എന്താ, വൂ, ഇതൊക്കെ വശീകരിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സിനോണിമാണ്. പ്രൊവർബിയൽ എന്ന് പറയുന്ന വാക്കുണ്ട് അവിടെ. പ്രൊവർബിയൽ, പഴഞ്ചൊല്ല് പോലെയുള്ള, അതൊന്നും തെറ്റാ. അപ്പൊ എന്താ വേണ്ടിയിരിക്കുന്നത് ഇവിടെ? ദ സാലൂബ്രിയസ് ക്ലൈമറ്റ്, ജീവൻ പ്രദാനം ചെയ്യുന്ന, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാലാവസ്ഥ ഓഫ് അവർ സ്റ്റേറ്റ് വിൽ ഹെൽപ്പ് റിക്കവർ ഹെൽത്ത്. ഓക്കെ, അത് നമ്മുടെ ഹെൽത്തിനെ ഭേദമാക്കാൻ, റിക്കവർ ആക്കാൻ അത് സഹായിക്കും. സാലൂബ്രിയസ് എന്ന് പറയുന്ന വാക്ക് മാത്രമാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക. സാലൂബ്രിയസ് മീൻസ് ഹെൽത്ത് ഗിവിംഗ്. ഇറ്റ് ഷുഡ് ബി സ്ക്രിബിൾഡ് ബൈ യു. ഹെൽത്ത് ഗിവിംഗ് ഈസ് റൈറ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് നത്തിങ് ബട്ട് സി. സി ആണ് യഥാർത്ഥ ആൻസർ. ഓക്കെ, what is question number 15? 15, he has the dash distinction of losing the election. The sixth consecutive time. Consecutive, continuous. Reliable ആവാൻ സാധ്യതയില്ല, വിശ്വാസയോഗ്യമായിട്ടുള്ള എന്നാണ് അർത്ഥം. മാനിഫെസ്റ്റ് അറിയാൻ പറ്റുള്ള. മാനിഫെസ്റ്റ് മീൻസ് എക്സിബിറ്റ് എന്നാണ് അർത്ഥം. വി ആർ എക്സാക്ട്ലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ പ്രകടനമാണ് നമ്മളൊക്കെ. ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോൾ മാനിഫെസ്റ്റ് മീൻസ് എക്സിബിറ്റ് ചെയ്യുക, പ്രകടിപ്പിക്കുക എന്നാണ് അർത്ഥം. ലാമെന്റബിൾ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്, പരിതാപകരമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, ലാമെന്റബിൾ ഓക്കെ അറിയാം. ഓക്കെ, റിമോസ് എന്നാണ് അർത്ഥം, മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡൂബിയസ് മീൻസ് ഡൗട്ട്ഫുൾ എന്നാണ് അർത്ഥം. ഡ്യൂബിയസ് മീൻസ് ഡൗട്ട്ഫുൾ. ആൻഡ് റീഫ്രഷിങ്, യു നോ ദാറ്റ് വേർഡ് വെരി ഫൈൻലി. റീഫ്രഷ് ചെയ്യുക, വി കോമൺലി യൂസ് ദാറ്റ് വേർഡ്. ദർ ഇസ് നോട്ട് നീഡ് ടു ഗിവ് ഫർദർ എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് വൈ he has the dubious distinction. Dubious means doubtful. Dubious distinction of losing the election the sixth consecutive time. That is why the right answer is dubious, option D, meaning doubtful എന്നാണ്. No other options are correct. The correct option is D, dubious. Okay, question number 16. His arguments in the court were so dash that shattered the evidence built by the opposition lawyer. We need appropriate word, apt word. അനുയോജ്യമായിട്ടുള്ള വാക്ക് അവിടെ കിട്ടിയിരിക്കണം. ആ കോണ്ടക്സ്റ്റിൽ അനുയോജ്യമായിട്ടുള്ള വാക്ക്. ഒക്കെ അവിടെ തന്നെയാണിത്. അവിടെ ഒരു വാക്കിന് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് മീൻസ് എന്താ അർത്ഥം? ഐഡൻറ്റിഫൈ ദ ഡിസീസ്.
രോഗത്തിനെ തിരിച്ചറിയുക. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. വോളുമിനസ്, ബി വോളുമിനസ്. ഡു യു നോ ദ മീനിങ് ഓഫ് വോളുമിനസ്? വോളുമിനസ് മീൻസ് ജൈജാണ്ടിക്, ബിഗ് എന്നൊക്കെയാണ് അർത്ഥം. മാമത്ത് ലൈക്ക്, ജൈജാന്റിക്, ബിഗ് എന്നൊക്കെയാണ് എന്തിൻ്റെ മീനിങ്? വോളുമിനസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. പെനട്രേറ്റിംഗ്, പിയേഴ്സിംഗ്, തുളച്ചു കയറുക. പിയേഴ്സ്, തുളച്ചു കയറുക. There is another word, option D, worldly. Do you know the meaning of worldly? Worldly means material. Material life, worldly life. ഈ സന്യാസിമാരൊക്കെ എൻ്റെ ജീവിതം നയിക്കുക? സ്പിരിച്വൽ ലൈഫ്. ഇപ്പോൾ പ്രീസ്റ്റുമാരൊക്കെ എന്താ നയിക്കുക? സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനെയാണ് വേൾഡ്ലി ലൈഫ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഓഫ് ദ വേൾഡ്ലി ഈസ് എക്സാക്ട്ലി സ്പിരിച്വൽ. Opposite of the worldly is exactly spiritual. Worldly means അറിയാം, മെറ്റീരിയൽ ലൈഫിനെയാണ് വേൾഡ്ലി ലൈഫ് എന്ന് പറയുന്നത്. ഡ്യൂറബിൾ, ലോങ് ലാസ്റ്റിംഗ്. ഡ്യൂറബിൾ meaning long lasting. That is option E. What is your exact answer? മറ്റൊന്നുമല്ല, സി തന്നെയാണ്. എന്താ സി ആൻസർ? His arguments in the court were so penetrative. തുളച്ചു കയറുന്ന രീതിയിലുള്ള ആർഗ്യുമെൻ്റാണ് അവൻ കോടതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. That shattered the evidence built by the opposition lawyer. ഓപ്പോസിഷൻ ലോയർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന തെളിവുകളെ അത് തകർത്തു ആണല്ലോ. റൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ്, വാദങ്ങൾ സോ പെനട്രേറ്റീവ്, തുളച്ചു കയറുന്ന രീതിയിലായിരുന്നു. That is why the word we can use, that context is penetrative എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. That is why the right answer is C. Have we got it? Question number 16. Then we can switch over to question number 17. What can you see the 17? Facial expression and body language many times do not display dash the feelings of a man. അപ്പോൾ അവിടെ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കവേർട്ട്. കവേർട്ട് മീൻസ് ഹിഡൻ. ഹിഡൻ. ഹിഡൻ മീൻസ് കൺസീൽഡ്. കൺസീൽഡ് മീൻസ് മറച്ചു വെച്ചിരിക്കുന്ന, ഒളിച്ചു വെച്ചിരിക്കുന്ന. ഓപ്പൺ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഓപ്പൺ. Then outrageous. Outrageous means എന്താ അർത്ഥം? ആംഗ്രി എന്നൊക്കെയാണ് അർത്ഥം. outrageous. outrage means angry. Stringent. Stringent means rigorous. rigorous means കർക്കശമായിട്ടുള്ളത്. കർക്കശം. അടുത്ത പോപ്പുലർ. These are the words. ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, പോപ്പുലർ. അപ്പോൾ നമ്മൾ ആ 5 ഓപ്ഷനെ കുറിച്ചിട്ടും നമ്മളതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ്. ഡു യു നോ ദ മീനിങ് ഓഫ് ദ ബോഡി ലാംഗ്വേജ്? ബോഡി ലാംഗ്വേജ് മീൻസ് wherever you go, whatever you do, your body is sending signals. Have you understood it? Your body is sending signals. Suppose I'm not speaking to you. Confusing. My body is sending signals. There's no need to communicate to any person. I just scratch my head. Its meaning is confusing. Okay. Wherever you go, whatever you do, your body is sending signals. That is known as the body language. Okay. That is known as body language. Facial expression and body language many times do not display. ആ ഫേഷ്യൽ അപ്പിയറൻസും ശരീരഭാഷയും ഒന്നും many times do not display covered the feelings of a man. മനുഷ്യൻ്റെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫീലിങ്ങുകൾ ഡിസ്പ്ലേ ചെയ്യില്ല. Covered feeling means hidden feeling. Have you understood it? That is why the right meaning here is exactly covered. Option A is the right answer. Question number 17, single filler ആണ്. It has been answered. Next one. What is the next thing? Drab.
ഒരു വ്യക്തിയുടെ പേരാണ്. ഈസ് എ മാൻ ഓഫ് admirable taste and a great political dash. Political dash. How many words are there? 5 words are there. Which are they? Appreciation. Appreciation means visheshanam. Appreciation. And second one is synthesis. Do you know the meaning of synthesis? Sankalanam. Synthesis is our tradition. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ ഒരു ചാപ്റ്ററാണ് സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സങ്കലനമാണ് നമ്മളുടെ പാരമ്പര്യം. സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ സിന്തസിസ്? അനാലിസിസ്. സിന്തസിസ് സങ്കലനം, അനാലിസിസ് വിശകലനം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? അപ്പോൾ ദ ഓപ്പോസിറ്റ് ഓഫ് ദ സിന്തസിസ് ഈസ് എക്സാക്ട്ലി അനാലിസിസ്. വയബിലിറ്റി മീൻസ് അറിയാം, വയബിലിറ്റി, എബിലിറ്റി, കഴിവ്, നൈപുണ്യം, ജീവന സാമർഥ്യം എന്നൊക്കെയോ ഒരുപാട് മീനിങ്ങുള്ളൊരു വാക്കാണ് എന്ത്? വയബിലിറ്റി. ഡിസ്റ്റിങ്ഷൻ, യു നോ ദ മീനിങ് ഓഫ് ദ വിജയം എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, വ്യത്യാസം അർത്ഥമുണ്ട് ഡിസ്റ്റിങ്ഷന്. ഒരുപാട് കോണ്ടക്സ്റ്റിൽ ഒരുപാട് മീനിങ് ആണ് അതിനൊക്കെ ഉള്ളത്. Acumen. Acumen is an examination oriented word. Acumen means ability to know and understand and judge a thing. Ability to understand and judge a thing. ഒരു കാര്യത്തെ മനസ്സിലാക്കാനും അതിനെ ന്യായവിധി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുമുള്ള ശേഷിക്കാണ് നമ്മൾ അക്യുമൻ എന്ന് പറയുന്നത്. അക്യുമൻ. So here exact meaning is acumen. Option E. Jarab is a man of admirable taste and a great political acumen. That is why option E, acumen, is the right answer. We can go to next question 19. Countless books dash the benefits of clear and accurate communication. Countless books dash the benefits of clear and accurate communication. That is the sentence. A, extol. Do you know the meaning of extol? Extol means enlarge. Enlarge means double. That means increase. വർദ്ധിപ്പിക്കുക. Elevate, ഉയർത്തുക. A lot of words. ഒരു വാക്കിന് ഒരു മീനിങ് എല്ലാം ഉണ്ടാകുക നമുക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രൈബ് ദ ഹിന്ദു. ഹിന്ദുവിൻ്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ നടപ്പിലാക്കുക. ദാറ്റ് മീൻസ് വരിക്കാരാവുക എന്നർത്ഥം. സബ്സ്ക്രൈബ്. കോൺട്രിബ്യൂട്ട് അറിയാം. ഓക്കെ, കോൺട്രിബ്യൂട്ട്. ഡൊണേറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിലും എടുക്കാം. കോൺട്രിബ്യൂട്ട് സംഭാവന ചെയ്യുക. എക്സ്റ്റെൻഡ് അറിയാം. എക്സ്റ്റെൻഡ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റൻഷൻ ആണ് നൗണ്. ഡിപ്ലോയ് മീൻസ് നിയോഗിക്കുക. ആർമിയൊക്കെ ഡിപ്ലോയ്മെൻ്റ് ആണ് നടത്തുന്നത്. ഡിപ്ലോയ്മെൻറ്റ്. ആർമിയൊക്കെ നിയോഗിക്കുക ചെയ്യുക. ഇഫ് ദർ ഇസ് എനി ടെൻഷൻ ഓർ എനിത്തിങ് എൽസ്, ആർമി ഹാസ് ബീൻ ഡിപ്ലോയിഡ് എന്നൊക്കെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ 5 വാക്കുകളുടെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ കോണ്ടെക്സ്റ്റിൽ വെക്കാൻ പറ്റുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്യത എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കൗണ്ട്ലെസ് ബുക്സ് എക്സ്റ്റോൾ. എക്സ്റ്റോൾ എന്ന് പറയുന്നത് അർത്ഥം വർദ്ധിപ്പിക്കുക. ദ ബെനിഫിറ്റ്സ് ഓഫ് ക്ലിയർ ആൻഡ് അക്യുറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയറും അക്യുറേറ്റുമായിട്ടുള്ള കണിശമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കൗണ്ട്ലെസ് ബുക്ക്, എണ്ണമറ്റ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റോൾ ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. ആയതിനാൽ ദ ക്വസ്റ്റ്യൻ 19 answer is A, extol. Then we can go to that last question. We can go to last question from that series. 10 ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടായിരുന്നത്.
11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 20 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നത്തിങ് എവർ ബിക്കംസ് റിയൽ till it is experienced. Even a proverb is no proverb to you till your life has dashed it. Let us go through the words projected, explained, developed, illustrated. Illustrate means ചിത്രീകരിക്കുക. Proposed. ഈ 5 വാക്കുകളിൽ നിന്ന് ഏതാ അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ അവിടെ വെക്കേണ്ടത് എന്നാണ് അർത്ഥം. The meaning of this sentence is this: nothing ever becomes real. ഒന്നും യാഥാർത്ഥ്യമാവില്ല. Till it is experienced. അത് അനുഭവിക്കുന്നത് വരെ ഒന്നും യാഥാർത്ഥ്യമാവുന്നില്ല. ഈവൻ എ പ്രോവർബ് ഈസ് നോ പ്രോവർബ്. ഒരു പഴഞ്ചൊല്ല് പോലും പഴഞ്ചൊല്ലല്ല. ടു യു, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഴഞ്ചൊല്ല് പോലും പഴഞ്ചൊല്ലല്ല. ടിൽ യുവർ ലൈഫ് ഹാസ് ഡാഷ് ഇറ്റ്. ടിൽ യുവർ ലൈഫ് ഹാസ് ഇല്ലുസ്ട്രേറ്റഡ് ഇറ്റ്. നിങ്ങളുടെ ജീവിതം അതിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് പോലും പഴഞ്ചൊല്ലല്ല. That is why the right answer is exactly illustrated. Illustrated, option D. Option D, illustrator, is the right answer. Have you understood it? About these questions are exactly the real questions from SBI. Let's go to next single filler. My preparation for the examination is dash. Question number 21. Thrilling, thorough, thoroughly, well, pleasant. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആൻസർ കിട്ടാൻ വളരെ 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 എളുപ്പമാണ്. കാരണം ഇവിടെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വാക്ക് പോലും വെച്ചിട്ടില്ല. നേരത്തെ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ സീരീസ്, നേരത്തെ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ വെരി ഈസിയാണ് ക്വസ്റ്റ്യൻ. ദർസ് നോ നീഡ് ടു ഗിവ് ഫർദർ എക്സ്പ്ലനേഷൻ ഓൺ ഇറ്റ്. മൈ പ്രിപ്പറേഷൻ ഫോർ ദ എക്സാമിനേഷൻ ഈസ് തറോ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അപ്പോൾ അതിൻ്റെ മേലെ ഫർദർ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. കാരണം അത്രമാത്രം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിളാണ്. 22ാമത്തെ ഒരു ചോദ്യം സിംഗിൾ ഫില്ലർ തന്നെയാണ്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ മീൻസ് ട്രബിൾ. യു ആർ ട്രബിളിങ് മീ എന്നൊക്കെയാണ് അർത്ഥം. നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അർത്ഥം. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ ഒരു ഫ്രേസ് ആണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ ദാറ്റ് മീൻസ് യു ആർ ട്രബിളിങ് മീ, ഡിസ്റ്റർബിങ് മീ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ, യു ആർ ഡാഷ് മീ. ഹെൽപ്പിംഗ് എന്തായാലും വരില്ല, ഹെൽപ്പിംഗ് വരില്ല. പ്രിവെൻറ്റിംഗ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും വരില്ല. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ ഇവിടെ ഉണ്ട്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് എന്നാണ് അർത്ഥം. അപ്പോൾ യു ആർ ഡിസ്റ്റർബിങ് മീ എന്ന് പറയുന്ന 3 ഓപ്ഷനാണ് ശരി ഉത്തരം. സ്റ്റോപ്പിംഗ് ശരിയല്ല. എൻജോയിങ് എന്തായാലും വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ 22ാമത്തെ ഈ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ, യു ആർ ഡിസ്റ്റർബിങ് മീ എന്ന് പറയുന്ന 3rd ക്വസ്റ്റ്യൻ ഈസ് ദ റൈറ്റ് ആൻസർ. യു ആർ ഡിസ്റ്റർബിങ് മീ. 23. As I looked down from the mountain, my head began to dash. My head began to dash. And head revolve. എന്താ റിവോൾവ് ചെയ്യൊന്നുമില്ല. റൈറ്റ്, ഓക്കെ. റിവോൾവ് ഒന്നും റിവോൾവ് ചെയ്യില്ല. ഷെയ്ക്ക് അവിടെ അല്ല, ഷെയ്ക്ക് അല്ല അവിടുത്തെ അനുയോജ്യമായിട്ടുള്ള ആൻസർ. സ്പിൻ ആണ് ആൻസർ. സ്പിൻ സ്പിൻ സ്പിൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ്? സ്പിൻ ആണ് യഥാർത്ഥം ആൻസർ. പിന്നുള്ളത് മൂവ് ആണ്. റൊട്ടേറ്റ്, ഒരാൾക്കും ഹെഡ് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആയതിനാൽ ഇവിടുത്തെ ആൻസർ എന്താണ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. യെസ്, ഐ ലുക്ക് ഡൗൺ ഫ്രം ദ മൗണ്ടെയിൻ,
My head began to spin. ഒരു അസിസ്റ്റന്റ് എക്സാമിനേഷൻ സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു അസിസ്റ്റന്റ് എക്സാമിനേഷന് പ്രിലിംസിനൊക്കെ വരുന്ന സിംഗിൾ ഫില്ലേഴ്സ് ആണ് ഇത്. അതിനാൽ വലിയ ഗ്രാവിറ്റി, വലിയ സീരിയസ് ആയിട്ടുള്ള വലിയ കട്ടിയുള്ള വാക്കുകളൊന്നും ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടൊന്നുമില്ല. അപ്പൊ സ്പിൻ എന്ന് പറയുന്ന തേർഡ് ആൻസർ ഈസ് എക്സാക്ട്ലി ദ റൈറ്റ് വൺ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. What can you see in question number 24? What we need today is dash workers. നമുക്ക് ഇന്ന് വേണ്ടത് ഡാഷ് വർക്കേഴ്സിനെയാണ്. എങ്ങനത്തെ വർക്കേഴ്സിനെയാണ്? പാട്രിയോട്ട്, രാജ്യസ്നേഹമുള്ള വർക്കേഴ്സ്. അതാണോ ശരി? ഇല്ല. അതിലുപരിയായിട്ടുള്ള നല്ല വാക്കുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ലെസർ, തെറ്റാണ്. ലെസർ. സെൽഫ് സെൻറ്റേർഡ് ആണോ? അല്ല. സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുന്ന വർക്കേഴ്സിനാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. അല്ല, സെൽഫ്ലെസ് ആണ് ശരി ഉത്തരം. നിസ്വാർത്ഥന്മാരായിട്ടുള്ള, സ്വാർത്ഥതയില്ലാത്ത വർക്കേഴ്സിനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമുള്ളത്. സെൽഫിഷ് എന്തായാലും വരില്ല, നമുക്കറിയാം. അതാണ് ഫിഫ്ത്ത് ഓപ്ഷൻ. അതിനാൽ വാട്ട് വി നീഡ് ടുഡേ ഈസ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യം ആരെയാ? സെൽഫ്ലെസ് വർക്കേഴ്സ്. ദാറ്റ് മീൻസ് നിസ്വാർത്ഥന്മാരായിരിക്കുന്ന വർക്കേഴ്സിനെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളത്. ദാറ്റ് ഇസ് വൈ ദ റൈറ്റ് ആൻസർ ഈസ് എക്സാക്ട്ലി selfless. Option 4 is right answer. Okay, question number 25. I can tell more as the case is dash jurisdiction. Jurisdiction means എൻ്റെ അർത്ഥം അധികാര പരിധി എന്നാണ് അർത്ഥം. ഇത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ജൂറിസ്ഡിക്ഷനിലുള്ള പ്രദേശമാണ്. ജൂറിസ്ഡിക്ഷൻ. ഐ കാൻ ടെൽ മോർ ആസ് ദ കേസസ്. എനിക്കൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ? കേസ് എവിടെയാണുള്ളത്? എബോവ് ജൂറിസ്ഡിക്ഷൻ. എബോവ് എന്തായാലും വരില്ല, ഓൺ വരില്ല, ബിലോ വരില്ല, ബിനീറ്റ് വരില്ല. അണ്ടർ ജൂറിസ്ഡിക്ഷൻ, അധികാരത്തിന്റെ പരിധിയുടെ കീഴിലാണുള്ളത്. ദാറ്റ് ഈസ് വൈ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് യു ക്യാൻ യൂസ് ഓൺലി വൺ word. That is exactly the fifth option. Under, you can read that sentence like this: I can tell more as the case is under jurisdiction. Under is the right word. The option 5 is the right answer.